പെരുമ്പളം ദ്വീപിലെ ജനങ്ങൾക്ക് ഇന്ന് സ്വപ്ന സാക്ഷാത്കാരത്തിന്റെ ദിനമാണല്ലോ. ഏറെക്കാലത്തെ അവരുടെ കാത്തിരിപ്പായി ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. 100 കോടി ചെലവിൽ നിർമ്മിച്ച സംസ്ഥാനത്തെ ഏറ്റവും വലിയ പാലമാണ് മുഖ്യമന്ത്രി നാടിന് സമർപ്പിക്കുന്നത്. ശ്യാം പ്രസാദ് ഉത്തമൻ പാലം ഉദ്ഘാടനം നടക്കുന്ന സ്ഥലത്ത് ഉണ്ട്. ശ്യാം, ഗുഡ് മോർണിംഗ്. ഒരുപാട് പേരുടെ സ്വപ്നം സാക്ഷാത്കരിക്കുന്ന ദിവസമാണിത്. ഏറ്റവും വലിയ പാലമാണ്. വിശേഷണങ്ങൾ ഒക്കെ ഏറെ ഉള്ളതാണ്. എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ ശ്യാം? എപ്പോഴാണ് ചടങ്ങ് നടക്കുക? ഇന്ന് രാവിലെ 11:30 മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ പാലം പെരുമ്പളം ജനതയ്ക്ക് സമർപ്പിക്കും. നമുക്ക് ഈ കാണുമ്പോൾ ഇതൊരു കോൺക്രീറ്റ് നിർമ്മിതിയാണ്. പക്ഷേ അവരെ സംബന്ധിച്ച് ഇത് കേവലം ഒരു കോൺക്രീറ്റ് നിർമ്മിതി മാത്രമല്ല, അവരുടെ ജീവിതമാണ്. പ്രത്യേകിച്ച് ഒരു ജനത, അതായത് ഒരു ദ്വീപിൽ ഒറ്റപ്പെട്ടു പോയ ഒരു ജനതയാണ് പെരുമ്പളം നിവാസികൾ. അവർക്ക് ഇനി ചിറക് വിരിച്ച് പറക്കാം എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാലങ്ങളായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുക, അതായത് യാത്രയ്ക്ക് വേണ്ടി അനുഭവിച്ച ബുദ്ധിമുട്ടുകൾ അത് നമുക്കൊരിക്കലും പറയാവുന്നതിനും അപ്പുറമാണ്. കാരണം വേമ്പനാട്ടുകായൽ നമുക്കറിയാം, കാറ്റും കോളുമൊക്കെ ഇങ്ങനെ തിങ്ങ് നിന്ന് കഴിഞ്ഞാൽ പിന്നെ ഒന്ന് അനങ്ങാൻ പോലും പറ്റാത്തൊരു സാഹചര്യമാണ്. ബോട്ടിലാണെങ്കിലും വള്ളത്തിലാണെങ്കിലും ഒക്കെ ജീവൻ പണയം വെച്ച് മുന്നോട്ട് പോകേണ്ട ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ പെരുമ്പളത്തുകാരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ തന്നെ പറയും. കാരണം അത്രയേറെ ബുദ്ധിമുട്ടുകളോടുകൂടി ജീവിച്ച ഒരു ജനതയാണ്. ആ ജനതയെ സംബന്ധിച്ചിടത്തോളം അവർ ഈ ഒരു പാലം അവർക്ക് വരുമ്പോൾ നമുക്ക് അവരോടൊക്കെ ചോദിക്കാം. അതൊന്ന് നിർത്തിക്കേ, നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പാലം വരുമ്പോൾ എന്താണ് നിങ്ങളുടെ ഒരു മനസ്സിലുള്ള കാര്യം? ഞങ്ങൾക്ക് വളരെ സന്തോഷമാണ്. ഇങ്ങനെ ഒരു പാലം ഇതിവിടെ ഇങ്ങനെ പെട്ടെന്ന് വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്നോ? ഒരു പ്രതീക്ഷയില്ലായിരുന്നു. ഇപ്പൊ കൺമുന്നിൽ കണ്ടപ്പോ എന്താ തോന്നുന്നത്? വളരെ സന്തോഷം. ഇതൊരു സ്വപ്നമാണോ? അല്ലല്ല, നല്ല സ്വപ്നമായിട്ടാ തോന്നുന്നത്. എന്തായാലും പെരുമ്പളത്തുകാർ അങ്ങനെ അവര് അത്രക്ക് ഇതായ ആൾക്കാരൊന്നുമല്ല. കാരണം അവർക്ക് കൺമുന്നിൽ ഇങ്ങനെ ഒരു പാലം അവർക്ക് വരുമെന്ന് അവർ കരുതിയിരുന്നില്ല. എങ്ങനെയുണ്ട്? ഉപയോഗിച്ചപ്പോ നേരെ ഇറങ്ങിയതാ പാലം കാണാൻ വേണ്ടി. പാലം എങ്ങനെയുണ്ട്? ഒന്നും പറയാനില്ല, അടിപൊളി, സന്തോഷം. പെരുമ്പളത്തുകാർക്ക് ഇങ്ങനെ ഒരു പാലം കിട്ടിയതില് അത് അവർക്ക് അവരുടെ ജീവിതമാണ് ഈ പാലം. ഒത്തിരി പേര്, ഞാൻ പണ്ട് പോലെ നമുക്ക് സുഹൃത്തുക്കളൊക്കെ ഉണ്ട്, റിലേറ്റീവ് ഉണ്ട്, അവർക്കൊക്കെ നമുക്ക് ഇങ്ങോട്ടൊരു ഹോസ്പിറ്റൽ കേസ് തൊട്ടായിട്ട് എത്താനോ പിടിക്കാനോ ഒന്നും പറ്റുന്നില്ലായിരുന്നു. ഇത് വളരെ ഒരു നല്ലൊരു അതായത് ഇവിടെ എത്തുന്ന, അതായത് പാലം കാണാൻ എത്തുന്ന ഒരുപാട് പേരെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ അവർക്കൊക്കെ പറയാനുള്ളതും ഇതൊക്കെ തന്നെയാണ്. നമുക്ക് അവരോട് ചോദിച്ചു കഴിഞ്ഞാലും നമുക്ക് അത് ഒരു ഫാമിലി ആയിട്ട് വരുന്ന. മോളെ, പാലം കണ്ടാ? എങ്ങനെയുണ്ട് പാലം? എങ്ങനെയുണ്ട്? കൊള്ളാം. എങ്ങനെയുണ്ട് ഇങ്ങനെ ഒരു പാലം ഇവിടെ വന്നതിന്? ഞാൻ ഇവിടുത്തുകാരനല്ല, ഞാൻ ആലപ്പുഴക്കാരനാണ്. ആലപ്പുഴക്കാരാണ്. പക്ഷേ എന്നാൽ ഈ പെരുമ്പളത്തുകാർ ഇവിടെ ഒരു ദ്വീപിൽ ഒറ്റപ്പെട്ട ആളുകളാണ്. അവർക്കൊരു പാലമാണ്. അവർക്ക് നല്ല എന്താ പറയാ, കൂടുതൽ വികസനങ്ങൾ അവിടെ ഉണ്ടാവും. അതെ, തീർച്ചയായിട്ടും. പ്രത്യേകിച്ച് ഇവിടത്തെ സംബന്ധിച്ചിടത്തോളം, ഈ നാടിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നാടിൻ്റെ ഒരു മുഖച്ഛായ തന്നെ മാറ്റിമറിക്കാൻ ഈ പാലത്തിന് കഴിഞ്ഞിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു മുഖച്ഛായ മാറ്റിമറിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ പാലത്തിന്റെ ഉദ്ഘാടന വേളയിൽ സന്തോഷം അറിയിക്കുന്ന ഒരാളുണ്ട്. ആ ശബ്ദം നമുക്ക് നമ്മുടെ പ്രേക്ഷകരെ ഒന്ന് കേൾപ്പിച്ചാലോ? ആരാണെന്ന് അവർ തിരിച്ചറിയട്ടെ. രണ്ട് കരകൾ കൈകോർക്കുമ്പോൾ മാറുന്നത് ദൂരമല്ല, ഒരു ജനതയുടെ ജീവിതമാണ്. ഇന്നലെ വരെ പെരുമ്പളവും ഒരു ഒറ്റപ്പെട്ട ദുരിതമായിരുന്നു. അസുഖം വന്നാൽ ആശുപത്രിയിലെത്താൻ വൈകുന്ന ആകുലതകൾ, സമയത്തിന് ജോലിക്ക് പോകാൻ കഴിയാത്ത വേവലാതികൾ, ഒരു വിവാഹാലോചന വന്നാൽ പോലും അക്കരെ എന്ന ദൂരം വില്ലനായ നിമിഷങ്ങൾ. ആ കാത്തിരിപ്പുകൾക്കും അവഗണനകൾക്കും ഇപ്പോൾ അറുതിയാവുകയാണ്. എൻ്റെ നാട് ചെമ്പിൻ്റെ അക്കരെയായിരുന്നു അരൂക്കുറ്റിയും വടുതലയും പെരുമ്പളവുമൊക്കെ. ഇപ്പോൾ അവയെല്ലാം ഒരു നാടായി. സാധാരണക്കാരൻ്റെ സങ്കടങ്ങൾക്ക് പരിഹാരമുണ്ടാക്കുന്നതാണ് യഥാർത്ഥ വികസനമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ പാലത്തിൻ്റെ ആർച്ചുകളിലെ നിറങ്ങൾ പോലെ ഇനി പെരുമ്പളത്തുകാരുടെ ജീവിതത്തിലും മഴവില്ലഴക് വിരിയട്ടെ. കെട്ടിനിന്ന ജീവിതം ഇനി ഒഴുകിത്തുടങ്ങും, പുതിയ വേഗത്തിൽ, പുത്തൻ നിറങ്ങളോടെ. എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. ഇതാണ് നമ്മുടെ പ്രിയപ്പെട്ട ആ ചെമ്പ് സ്വദേശി മമ്മൂട്ടിയുടെ ശബ്ദം, അല്ലേ? ചെമ്പ് സ്വദേശി മമ്മൂട്ടി ശ്യാം പ്രസാദ് ഉത്തമൻ്റെ അടുത്ത് അയൽപ്പക്കത്ത് താമസിക്കുന്ന ആൾ. നിങ്ങൾ രണ്ടാളും അയൽക്കാർ എന്നൊരു പ്രത്യേകത കൂടി ഉണ്ടല്ലോ. ശ്യാമിൻ്റെ മുഖത്ത് ഈ ശബ്ദം പ്രേക്ഷകരെ കേൾപ്പിക്കുന്ന സമയത്ത് ഒരു പ്രത്യേക സന്തോഷമൊക്കെ ഞാൻ കണ്ടിരുന്നു. ശ്യാം പറയൂ. തീർച്ചയായിട്ടും. കാരണം ചെമ്പ് എന്ന് പറയുന്നത് ഈ പെരുമ്പളത്തിന്റെ നേരെ
ഈ പെരുമ്പളത്തിന് നേരെ ഓപ്പോസിറ്റ് കിടക്കുന്ന സ്ഥലമാണ്. അതായത് ഞങ്ങൾക്ക് ചെമ്പിൽ നിന്ന് കായലിൽ നിന്ന് പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ പെരുമ്പളം എന്ന് പറയുന്ന ഈ ദ്വീപിനെ നമുക്ക് കാണാൻ കഴിയും. പക്ഷേ ആ ദ്വീപിലെ ആളുകളുമായിട്ടൊക്കെ ഞങ്ങൾക്കൊക്കെ പരിചയമുണ്ട്. കാരണം ഒരു വള്ളത്തിൽ പോയി വരാവുന്ന ദൂരമാണ്. പക്ഷേ വള്ളത്തിൽ പോയി വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വേമ്പനാട്ട് കായൽ നമുക്കറിയാം വലിയ കാറ്റും കോളുമൊക്കെ ഒരേ സമയം ഉണ്ടാകുന്ന ഒരു ഇടം കൂടിയാണ്. അപ്പോൾ ആ ഒരു കായലിനെ ഭേദിച്ചുകൊണ്ട് വേണം ഇവർക്ക് ഏത് സ്ഥലത്തേക്കും പോകാനും. ഇപ്പോൾ ചെമ്പിലേക്ക് വരുവാനാണെങ്കിൽ തൊട്ടപ്പുറത്ത് പൂത്തോട്ട എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അതോടൊപ്പം തന്നെ പാണാവള്ളിയുണ്ട്, പെരുമ്പളം, പിന്നെ തൊട്ടിപ്പുറം ഈ പറയുന്ന വടുതല എന്ന് പറയുന്ന സ്ഥലം. അപ്പോൾ ഏതെങ്കിലും ഒരു ഇടത്ത് ഇവർക്ക് ഒരു പാലം എത്തിക്കഴിഞ്ഞാൽ അത് ഇവരുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വലിയ ഗുണമാകും. അങ്ങനെയാണ് ഈ പെരുമ്പളം എന്ന ദ്വീപിനെ ഈ വടുതലയുമായിട്ട് ബന്ധിപ്പിക്കുന്നത്. ഇനിയിപ്പോൾ അവർക്ക് ഏത് സമയത്തും ഏത് പാതിരാത്രിക്കും ഇറങ്ങിത്തിരിക്കാം എന്നതാണ്. പണ്ട് ഇവിടെ ഈ പെരുമ്പളത്തുകാർക്ക് ഒരു പ്രശ്നമുണ്ടായിരുന്നു. ജോലിക്ക് കൃത്യമായിട്ട് പോകാൻ പറ്റാത്തതുകൊണ്ട് പെരുമ്പളത്താണ് സ്ഥലമെങ്കിൽ ജോലി കിട്ടാത്തൊരു സാഹചര്യം. അതായത് ബോട്ടിന് കാത്തു നിന്ന് കഴിഞ്ഞാൽ ടൈമിന് ബോട്ട് എത്താതെ വരിക, അഥവാ ബോട്ട് എത്തിയാൽ പോലും ആ ബോട്ട് കേടായി കഴിഞ്ഞാൽ ഒരു പക്ഷേ 10-20 മിനിറ്റോ ഈ ജോലി സ്ഥലത്ത് കുടുങ്ങിപ്പോകേണ്ട അവസ്ഥ. അങ്ങനെയൊക്കെ ഇരുന്നൊരു ജീവിതത്തിൽ സാധാരണ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു പ്രൈവറ്റ് ജോലി എന്ന് പറയുന്നത് അവരുടെ ഒരിക്കൽ പോലും ഒരു സ്വപ്നം കാണാൻ പറ്റാത്തൊരു സാധനമായിരുന്നു. അങ്ങനെയാണ് ഇവിടെയുള്ള ആളുകളൊക്കെ ഒരുപാട് പേര് ഈ ഇവിടുത്തെ ചെറിയ ചെറിയ ഗ്രാമീണ വായനശാലകളിൽ നിന്നൊക്കെ പഠിച്ച് അവരെല്ലാം സർക്കാർ ജോലികൾ വാങ്ങിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തി. ഒരുപക്ഷെ ഈ പെരുമ്പളം ഗ്രാമത്തിൽ ഒരുപാട് സർക്കാർ ജോലിക്കാരെ നമുക്ക് കാണാൻ കഴിയും. കാരണം അവരുടെ കഷ്ടപ്പാട്, അവരുടെ ഒരു ഇച്ഛാശക്തിയൊക്കെ കൊണ്ടാണ് അവരെല്ലാവരും അത്തരത്തിൽ ജോലി നേടിയ ആളുകൾ. അത് ഒരുപക്ഷെ ഇത്രയും വലിയ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച ആ ഒരു ജനത, ഈ ജനതയെ സംബന്ധിച്ചിടത്തോളം അവർ നേടിയ ഈ ജോലി എന്ന് പറയുന്നത് അത് വിവിധ മേഖലകളുണ്ട്. പോലീസിലുണ്ട്, അതോടൊപ്പം തന്നെ വിവിധ ഹെൽത്ത്, അങ്ങനെ ഒരുപാട് റവന്യൂ, അങ്ങനെ ഒരുപാട് മേഖലകളിൽ പണിയെടുക്കുന്ന ആളുകളുണ്ട്. പക്ഷേ ഇവിടുത്തെ ആളുകളുടെ അധ്വാനം, തൊഴിലെന്ന് പറയുന്നത്, സാധാരണഗതിയിലുള്ള തൊഴിലെന്ന് പറയുന്നത് കയർ തൊഴിലാളികളുണ്ട്, മത്സ്യത്തൊഴിലാളികൾ, അങ്ങനെ പരമ്പരാഗതമായിട്ടുള്ള ഒരുപാട് തൊഴിലുകൾ ചെയ്യുന്ന ഈ ആളുകൾ, അവരിൽ നിന്ന് ഒരുപാട് പേർ സർക്കാർ ജോലിയിലേക്ക് മറ്റുമൊക്കെ പോയിട്ടുണ്ട്. ചിത്രങ്ങളൊക്കെ എടുക്കുന്നത് കാണാം ശ്യാം. എല്ലാവരും ആഘോഷിക്കുകയാണ് ഈ സന്ദർഭം അല്ലേ? തീർച്ചയായിട്ടും ഇതൊരു വലിയൊരു ആഘോഷം തന്നെയാണ്. നമുക്കറിയാം. എവിടെ നിന്നാണ് നിങ്ങൾ വരുന്നത്? ഞങ്ങൾ ആലപ്പുഴ. എങ്ങനെ ഈ പാലം ഇന്നിപ്പോ ഓപ്പൺ ചെയ്യുന്ന അറിഞ്ഞിട്ടാണോ വന്നത്? അതെ, തീർച്ചയായും. എങ്ങനെയുണ്ട് പാലം കണ്ടിട്ട്? പാലം സൂപ്പറാണ്, അടിപൊളിയായിട്ടുണ്ട്. ഇനി ഒരു ടാറിങ് കൂടെ ഉണ്ടെന്ന് തോന്നുന്നു. പക്ഷേ ഇത്രയും ഭംഗിയായിട്ട്, അതും കേരളത്തിലെ ഏറ്റവും വലിയ പാലം. അതെ, തീർച്ചയായും. പക്ഷേ ഈ പാലത്തിന് വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. കാരണം ഇവിടെ ഒരു ഒറ്റപ്പെട്ടു പോയൊരു ജനതയ്ക്ക് അവരുടെ ഒരു സഞ്ചാര സ്വാതന്ത്ര്യം തുറന്നു കൊടുക്കപ്പെട്ടിട്ടുണ്ട്. ഒരുപാട് നാൾക്ക് ശേഷമാണ് ഇങ്ങനെ അവരുടെ ഒരു ചിരകാല സ്വപ്നം എന്ന് വേണമെങ്കിൽ പറയാം. വളരെ ഇത്രയും ഭംഗിയായിട്ട് അത് പണിത് കൊടുത്ത് അത് വളരെ ഒരു ഇത്രയും പെട്ടെന്ന് ഇവിടെ ഇങ്ങനെ ഒരു പാലം വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു? ഒരിക്കലും ഇല്ല. എവിടെ നിന്നാ വരുന്നത്? ആലപ്പുഴ. എങ്ങനെയുണ്ട് ഇവിടുത്തെ പാലത്തിന്റെ മനോഹാരിത? ഞങ്ങൾ ഇവിടെയുള്ള കുറെ ആളുകളായിട്ട് സംസാരിച്ചു. അപ്പോൾ അവരൊക്കെ ഒരു വല്ലാത്ത എക്സൈറ്റ്മെന്റിലൊക്കെയാണ്. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ അവർ പറഞ്ഞ്, നിങ്ങൾ പുറത്തുനിന്ന് വന്നാൽ ഞങ്ങൾക്ക് അറിയാം, ഒരാൾ വന്നാൽ ഞങ്ങൾക്ക് അറിയാൻ പറ്റുന്നു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഇനി അധികം അങ്ങനെ അറിയാൻ പറ്റൂലായിരുന്നു, ഇനി ഒരുപാട് ആൾക്കാർ ഇങ്ങോട്ടേക്ക് ആളുകൾ ഒരുപാട് വരുമെന്ന്. അവരെല്ലാം നിങ്ങളപ്പോൾ പെരുമ്പളം സ്ഥലത്തേക്ക് പോയായിരുന്നോ? പോയി ബോട്ട് ജെട്ടികളിലൊക്കെ ഒന്ന് പോയി. അപ്പോൾ അവിടെയൊക്കെ നോക്കി. അപ്പോൾ അവരൊക്കെ ബോട്ട് ജെട്ടിയിലൊക്കെ ഇപ്പോഴും നല്ല ആളുണ്ട്. അവരെല്ലാവരും ട്രാവലൊക്കെ ഇപ്പോഴും ബോട്ട് ജെട്ടിയൊക്കെയാണ്. അപ്പോൾ ഇനിയിപ്പോൾ അതിലൊക്കെ ഒരു മാറ്റം വരും എന്നൊക്കെയാണ് അവർ പറയുന്നത്. ഇക്കഴിഞ്ഞ നാൾ വരെ ഈ പെരുമ്പളത്തിന് അക്കരെ നിന്ന് നമ്മൾ പെരുമ്പളത്തെ വീക്ഷിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇന്നിപ്പോൾ പാലം വന്നപ്പോഴത്തേക്ക് നമുക്ക് അപ്പുറത്തേക്ക് പോകാൻ പറ്റി. എങ്ങനെയുണ്ട് അവിടെ പോയി കണ്ടിട്ട്? നല്ല ഒരു നാടാണ്, നല്ല നാട്ടുകാരാണ്. അവർക്ക് ഇങ്ങനൊരു അവസരം കിട്ടിയത് വളരെ ഒരു നല്ല കാര്യം. ഒരു ഐസൊലേറ്റഡ് ആയിട്ട് നിന്നൊരു ആൾക്കാർ ഒരു പുറത്തേക്ക് വരിക എന്ന് പറയുന്നത് അതാണ്. ഒറ്റപ്പെട്ട് നിന്ന ഒരു ജനത, അത് അവർക്ക് കൂടുതൽ ചിറക് വിരിച്ച് പറക്കാൻ വേണ്ടിയിട്ടുള്ളൊരു അവസരം കൂടിയാണ്. പ്രത്യേകിച്ച് സംസ്ഥാന സർക്കാരിൻ്റെ ഒരു കൃത്യമായ ഇടപെടൽ അത് എടുത്തു പറയേണ്ടതുണ്ട്. കാരണം 100 കോടിക്കധികം രൂപ കിഫ്ബി വഴി ഈ പണം മുടക്കി, ഈ പണം അത് ഒരു ഇച്ഛാശക്തിയോടുകൂടി പണിത് പൂർത്തിയാക്കിയതാണ്. കാരണം കഴിഞ്ഞ 10 വർഷത്തിനിടെ ഉണ്ടായ ഒരു വലിയൊരു മാറ്റം എന്ന് വേണമെങ്കിൽ പറയാം ഈ പെരുമ്പളത്തുകാരുടെ ഈ ഒരു വലിയ പാലം കൊണ്ട് ഉണ്ടായത്. എന്തായാലും ഈ പാലം കാണാൻ വേണ്ടി ആലപ്പുഴയിൽ നിന്നും അങ്ങനെ ഒരുപാട് ഇടങ്ങളിൽ നിന്നും ഇങ്ങോട്ടേക്ക് ആളുകൾ എത്തുന്നു എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. തൊട്ടപ്പുറത്ത് ഇവിടെ മിനി മാരത്തോൺ ഉൾപ്പെടെ നടക്കുന്നുണ്ട്. അത് 2 ഗ്രാമങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ട് 2 കരകളിൽ നിന്നായിട്ട് ആളുകൾ പങ്കെടുത്തുകൊണ്ട് കഴിഞ്ഞ ഒരാഴ്ച കാലമായിട്ട് ഇവിടെ ഒരു വലിയൊരു ഉത്സവം പോലെയാണ്. ഒരുപക്ഷെ ഒരു പാലത്തിൻ്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് ഒരാഴ്ചയൊക്കെ ഉത്സവം നടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്കൊരിക്കലും ചിന്തിക്കാൻ പറ്റിയില്ല. കാരണം അത്രയധികം അവർ ഇതിനെ ആഗ്രഹിക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു പാലം ഈ നാട്ടിൽ വരുമ്പോൾ അവരുടെ സ്വപ്ന സാക്ഷാത്കാരമാണ് ഇന്ന്. അത് പൂണിയാണ് ആ സ്വപ്നം. അതിലേക്ക് ഉറ്റുനോക്കുകയാണ് ആ നാട്ടുകാരൊക്കെ. ഒരുപാട് സാമൂഹ്യപരമായും അവരുടെ ജീവിതത്തിൽ പല തരത്തിലും ഒരു ഇടപെടൽ കൂടിയാണ് ഈ പാലം വരുന്നതോടെ.